പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷം, ഗ്രാമീണമായ തനിമ, ആ ശാന്തമായ കായൽ കാഴ്ചകൾ, മനസ്സ് നിറയ്ക്കുന്ന ഒരു റിഫ്രഷിംഗ് ട്രിപ്പ്. അതാണ് നമ്മുടെ ആലപ്പുഴയിലെ കൊണ്ടായി ലിവ് ഹെറിറ്റേജ് റിസോർട്ട് എനിക്ക് 2 ദിവസം സമ്മാനിച്ചത് കേട്ടോ. ഒരു പാരമ്പര്യ തനിമ നിറഞ്ഞ കാഴ്ചകള്, കൊതിപ്പിക്കുന്ന നല്ല അടിപൊളി വിഭവങ്ങള്, മനസ്സിന് കുളിർമ നൽകുന്ന കായൽക്കാറ്റ്, പൂർണ്ണമായിട്ടും തടിയിൽ തീർത്ത ഹെറിറ്റേജ് കോട്ടേജുകളും, പിന്നെ പറയേണ്ടതുണ്ടോ ചുറ്റുമുള്ളതാണ്ട് ഈ കനാൽ കാഴ്ചകളും. ഫീൽ ഉണ്ടല്ലോ അത് വേറെ തന്നെയായിരുന്നു കേട്ടോ. നമ്മള് ഈ നഗരത്തിൽ ഒരു തിരക്കുകളെന്നൊക്കെ മാറ്റി നമുക്കൊരു നല്ല റിഫ്രഷ്മെന്റ് വേണം, മനസമാധാനം വേണം, അല്ലെങ്കിൽ ഒരു പ്രൈവസി വേണോന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം കേട്ടോ. എടുത്തു പറയേണ്ടതാണ്ട് ഈ കായൽ കാഴ്ചകൾ തന്നാണ് കണ്ടോ. എന്ത് ഭംഗിയാണെന്നറിയാവോ. ഞാൻ പോയത് ഈ മൺസൂൺ ടൈമിലായതുകൊണ്ട് എനിക്കത് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. ചെറിയ മഴയത്ത് ആ ചെറിയ തണുപ്പത്ത് ഇങ്ങനെ തെരാപാര ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഈ തുള്ളിച്ചാടി പോകുന്ന കണ്ടാ തോന്നും എനിക്ക് 18 വയസ്സേ ഉള്ളൂ. അല്ല, 32 വയസ്സുണ്ട്. പിന്നെ നമ്മുടെ മനസ്സാണല്ലോ നമ്മുടെ പ്രായത്തെ നിശ്ചയിക്കുന്നത്. അറിയാലോ. ഇതിനകത്തോട്ടുള്ള ഒരു ചെറിയ വഴിയാണ്. ആ വഴിയെ പോയാൽ നമുക്ക് ആ റിസോർട്ടിന്റെ അപ്പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ ഈ ചവിട്ടി കയറി പോണത് അവിടെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസുകളുണ്ട്. അത് കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കിതൊന്നും കുഴപ്പമില്ല. പിന്നെ വെറുതെ കിട്ടിയതല്ലേ എന്ന് കരുതിയിട്ട് തട്ടി കളിച്ചു എന്ന് മാത്രം. വീണ്ടും താണ്ടെ വന്നിട്ട് ആ കനാലിൽ കേറിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഇങ്ങനെ ചുറ്റിപ്പളഞ്ഞ് ഇങ്ങനെ ഓടി നടക്കുകയാണ്. കാരണം അത്രയ്ക്ക് എനിക്ക് സന്തോഷമുണ്ടാണ്. ഞാൻ വേറെ ഒരു ടെൻഷനും ഇല്ല. ഫ്രീ ആണ്. ഫ്രീ മൈൻഡില് നടക്കുകയാണ്. ഇത് പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കായലുകളൊക്കെ ആയതുകൊണ്ട് അതിനെങ്ങനെ ബന്ധിപ്പിച്ച് ഈ പാലം ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ പാലം കടന്ന് വേണം നമ്മുടെ കോട്ടേജിലേക്ക് പോകാൻ. നമ്മുടെ കോട്ടേജ് ഈ ഒരു ബിൽഡിങ്ങിന്റെ ബാക്കിലാണ് നമ്മുടെ കോട്ടേജ് വരുന്നത്. എന്തായാലും ഈ കേറി നിൽക്കുന്ന കണ്ടാൽ തോന്നും എനിക്ക് പേടിയില്ല. നല്ല പേടിച്ചിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. തുള്ളിച്ചാടി വരുന്നെങ്കിലും പേടി ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട്. പിന്നെ എങ്ങും നല്ല പച്ചപ്പാണ് കേട്ടോ. ഈ നിൽക്കുന്ന പുല്ലിന്റെയൊക്കെ ഇടയ്ക്കിൽ കുഞ്ഞു കുഞ്ഞു ഔഷധ സസ്യങ്ങളുണ്ട്. ഞാൻ കൂടുതലും ആയുർവേദം ഫോളോ ചെയ്യുന്നത് കൊണ്ടും എനിക്ക് ചില ഔഷധ സസ്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് കണ്ടേ ഇപ്പൊ പോയ മുടിയുണ്ടല്ലോ. അത് നമ്മുടെ സ്വന്തം എണ്ണ വെച്ചിട്ട് ഞാൻ കിളിപ്പിച്ചെടുത്ത എന്റെ സ്വന്തം മുടിയാണ് കേട്ടോ. അപ്പം എണ്ണ വേണ്ടവര് DM ചെയ്താൽ മതി. ഞാൻ തരാം. ഇതിന്റെ ഇടയ്ക്കൂടെ എനിക്ക് സ്വന്തമായിട്ടൊരു പരസ്യം ചെയ്തതാ ട്ടോ. പിന്നെ ആവിയിലൊക്കെ ഒന്ന് പുഴുങ്ങി മൊത്തം എണ്ണത്തോണിയിലൊക്കെ കിടന്നിട്ട് വന്നിട്ട് ഇങ്ങനെ മഴ നനയാണ്. ശരിക്കും നല്ല ഉള്ളിന്റെ ഉള്ളിലൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു. കാരണം എണ്ണയിലൊക്കെ കിടന്ന് ആവിയിലൊക്കെ പുഴുങ്ങിയിട്ട് ഞാൻ മഴയത്ത് വന്നിട്ടാണ് കുളിച്ചത്. കേറി പോടി വീടിനകത്ത് മഴ പെയ്യുന്നു എന്ന് പറയാൻ അമ്മയില്ലാത്തത് കൊണ്ട് പൂർണ്ണമായിട്ടും ഞാൻ ഫുൾ സ്വാതന്ത്ര്യത്തോടെ ഫുൾ മഴ നനഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ മഴ നനഞ്ഞ് ദാണ്ടെ ശരിക്കും ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. എന്നിട്ട് ഞാൻ വന്നിട്ട് ആ അവിടെ നിൽക്കുന്ന പൂക്കളോടൊക്കെ ചെറിയ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഒന്നുകൂടി ചെറുപ്പമായതുപോലാണ് ഞാൻ ഈ നടക്കുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് വന്ന വരവ് ഇതാണ്. ഫ്രഷായി, നല്ല രീതിയിൽ ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി ഏതൊക്കെയോ ലുക്കിൽ എങ്ങോട്ടൊക്കെയോ പോണം എന്നുള്ള ഭാവത്തിലാണ് ഈ വരുന്നത്. ഒന്നുമല്ല, വൈകിട്ട് 4:30 എല്ലാ ദിവസവും അവരവരുടെ ഹൗസ് ബോട്ടിൽ കായൽ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഹൗസ് ബോട്ട് ഫുൾ ആയതുകൊണ്ട് ഞങ്ങൾ അവരുടെ സ്പീഡ് ബോട്ടിലാണ് പോയത്. കായലിന്റെയും കടലിന്റെയും ഒക്കെ നടുക്ക് കിടന്ന് വളർന്നവളാണ് ഞാൻ. എങ്കിലും നമുക്ക് ആലപ്പുഴയിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ഈ ചീനവല, ഹൗസ് ബോട്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നല്ലൊരു കൗതുകം തോന്നാറില്ലേ എപ്പോഴും. അത് തന്നെയാണ് എനിക്കും ഫീൽ ആയത്. അപ്പോ ഹൗസ് ബോട്ടിലൊക്കെ പോയി നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ ഒക്കെ കണ്ടു. അങ്ങനെ പൂർണ്ണമായിട്ടും എന്ന് വെച്ചാൽ ഞാൻ മറ്റൊരു ടെൻഷനും ഇല്ലാതെ എല്ലാ കാഴ്ചകളും വളരെ നന്നായിട്ട് ആസ്വദിച്ചു. പിന്നെ പറയണമല്ലോ, നമുക്ക് ഈ ഒരു നല്ലൊരു പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വരാം. ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഇത് ഞാൻ റിസോർട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. തിരിച്ചു വന്നിട്ട് പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം കണ്ടിട്ട് ഇവരുടെ ഉച്ചയൂണ് അടിപൊളിയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു പ്രത്യേക ഒരു മീൻകറി. അയ്യോ, ഇപ്പോഴും ആ ഒരു ഫുഡിന്റെ ഒരു രുചി ഉണ്ടല്ലോ എന്റെ നാവിൻ തുമ്പിൽ ഉള്ളത് പോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത്ര നല്ല ഫുഡായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണെങ്കിൽ പോലും അത്ര ടേസ്റ്റുള്ള നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ തിരിച്ചു വന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ അവിടെ നടത്തി കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകളാണ്. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡോറ് തുറന്നാൽ നമുക്ക് ഈ കായലിന്റെ തീരത്തേക്കാണ് എല്ലാ കോട്ടേജിന്റെയും ഡോറ് തുറക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ.